അസ്സലാമു അലൈക്കും. പ്രതികൂലമായ കാലാവസ്ഥ, സാങ്കേതികമായ അസൗകര്യങ്ങൾ, പക്ഷെ നമ്മളെ പരിപാടി മുടങ്ങണമെന്ന നിർബന്ധം നിങ്ങൾക്കല്ല എനിക്ക്. നമ്മളിത് പറയാൻ വിചാരിക്കുന്ന വിഷയം മാധ്യമത്തിൽ വന്നതായ ഒരു ലേഖനത്തെ അധികരിച്ചോണം. അതായത് മുസ്ലിം സമുദായത്തിന് അവരുടെ അതിഭീകരമായ പിന്നാക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് മൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് നിശ്ചയിക്കപ്പെട്ടതായ രജീന്ദ്ര സർക്കാർ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാലമായത്തെ പഠനവും പരിശോധനയും എല്ലാം ചെയ്തതിനു ശേഷമാണ് അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അങ്ങനെ അത്തരമൊരു ഘട്ടത്തിൽ ഇപ്പം ഈ പഠനമെല്ലാം കഴിഞ്ഞ് നിശ്ചയിച്ച് ഒന്നാണ് സച്ചാർ കമ്മീഷൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ആവർത്തിക്കേണ്ടതുണ്ട്. അതിനെ തുടർന്ന് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് അതിൽ ഈ ന്യൂനപക്ഷ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായ പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹം അധ്യക്ഷനായ ആ സമിതി ഇവിടെ കണ്ടെത്തലനുസരിച്ച് അവർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അതിലൂടെ കുറേ വിദ്യാർത്ഥികൾ പഠിച്ച് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആരുടെ കൈകളാലെന്നോ ആ കൈകൾ എന്തുമാത്രം കറുത്തതാണെന്നോ വെളുത്തതാണെന്നോ ഒന്നും നമ്മൾ വിശകലനം ചെയ്യില്ല. നമ്മൾ ശ്രദ്ധ പോകേണ്ടത് വേറെ ഒരു കാര്യത്തിലേക്കാണ്. അങ്ങനെ അത് 100 സ്കോളർഷിപ്പാണെങ്കിൽ അതിൽ 80 അതിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി അവകാശം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വന്നപ്പോൾ അത് ചില്ലറ ഭേദഗതി വരുത്തി. അതനുസരിച്ച് 20% പിന്നാക്ക ക്രൈസ്തവർക്കും അവശ ദളിത് പരിവർത്തിത ക്രൈസ്തവർക്കൊക്കെ ആയിട്ട് നീക്കിവെച്ചു. അപ്പോൾ ഇവർ ക്രൈസ്തവർ ഇന്ത്യയിലെ കേരളത്തിലെ മുന്നോക്ക സമുദായമാണ്. 80% അവർ മുന്നോക്കമാണ്. ഒരു 20% മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അത് ആ ഒരു മതത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരാൾ മതം മാറി വന്നാൽ ആൾ വരുന്നത് ഏത് ജാതിയിൽ നിന്നാണോ ആ ജാതി അവരുടെ നെറ്റിയിൽ തന്നെ അവശേഷിക്കുന്നു. ദളിത് ക്രൈസ്തവൻ, അല്ലെങ്കിൽ അവശ്യ ക്രൈസ്തവൻ, നാടാർ ക്രൈസ്തവൻ, മറ്റേ ക്രൈസ്തവൻ എന്നൊക്കെ പറയും. ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായിട്ട് കടന്നു വന്നാൽ ആൾ മുസ്ലിം. എവിടെയെങ്കിലും ജാതീയമായ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ചിലരൊക്കെ ദളിത് മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ട്, അത് വേറെ കാര്യം. ഇസ്ലാമിലതില്ല. ഇസ്ലാമിലെ ബിലാലാണ്, നീഗ്രോയായ ബിലാലിനാണ് ഏറ്റവും വലിയ സ്ഥാനം പ്രവാചകൻ. അത് മക്ക ഫത്തുഹിനോട് വെച്ച് മക്ക വിജയം ആ സമയത്തിലൊരു വിളംബരം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴുവൻ്റെ മുകളിൽ കയറി ആ വിളംബരം നടത്താനുള്ളതായ ചാൻസ് അത് ലഭിക്കുന്നത് ബിലാലിനാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട, അത് കേട്ടോ. അപ്പം അങ്ങനെ ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇതിനകത്ത് ചെറിയ കൈക്കടത്തിൽ നടത്തി 80:20 അതിനെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി വലിയ പെരുമ്പറ ഗവൺമെൻറ് നൽകുന്ന എല്ലാ സഹായങ്ങളും 80:20 എന്ന അനുപാതത്തിലാണ് വീതം വെക്കുന്നത് എന്ന പെരുമ്പറ പ്രചണ്ഡമായി ചാനലുകളും പത്രങ്ങളും എല്ലാം അത് നടത്തിക്കൊണ്ടിരുന്നു. ഫലപ്രദമായി നേരിടാൻ ഈ മറുഭാഗത്താരുമില്ല. ഒരു 1-2 ചെറിയ പത്രങ്ങൾ എല്ലാവരും വായിക്കുന്നതല്ല. മുസ്ലിം സമുദായത്തിന് ഈ വക കഴിവുകളും സമുദായത്തിൽ ഇക്കണ്ട നേതാക്കന്മാരും അതിനേക്കാൾ വലിയ ബിരിയാണി ചെമ്പുകളും അതിനേക്കാളേറെ കുഴിമന്തി കുഴികളൊക്കെ ഉണ്ടെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു 1-2 ചാനൽ തുടങ്ങാൻ തന്നെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് പലതും വാടക കിട്ടേണ്ട കാലത്ത്. അത് നേരത്തെ ഒരു വിദ്യാവിഷയം തന്നെ ഒന്നുണ്ടായിരുന്നു, അത് പൂട്ടിപ്പോവുക ചെയ്തത്. അത് ഞങ്ങൾ പുനഃസ്ഥാപിക്കുന്ന പോലെ പറഞ്ഞു എന്നല്ലാതെ പുനഃസ്ഥാപിച്ചില്ല. ഇനി അഥവാ പുനഃസ്ഥാപിച്ചാൽ തന്നെ അത് സമുദായത്തിന് പ്രയോജനപ്പെടുമോ എന്നുള്ള വേറൊരു കാര്യമാണ്. എന്താവട്ടെ, അങ്ങനെ ഈ പെരുമ്പറയിൽ ഈ വിഷയം അങ്ങ് മുങ്ങി. അവസാനം കോടതിയിലെത്തി. കോടതിയിൽ ഫലപ്രദമായി കേസ് വാദിക്കാൻ കഴിഞ്ഞില്ല, അഥവാ വാദിച്ചില്ല, പരാജയപ്പെട്ടു. ശേഷം നടന്നതായ പ്രസ്ഥാനത്തിൽ ഗവൺമെൻറ് അതിനെ സ്വാഗതം ചെയ്തു, മറ്റുള്ളവരൊക്കെ സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്തില്ലെങ്കിലും പറയത്തക്ക വിമർശനം മുസ്ലിം രാഷ്ട്രീയ പക്ഷത്തിൽ നിന്നുണ്ടായില്ല. പിന്നീട് സമ്മർദ്ദം ശക്തമായപ്പോൾ ആ പറയുന്നത് ശരിയല്ല, അതല്ല എന്നൊക്കെയുള്ള ചില ഒരു എന്താ പറയുക ചരിഞ്ഞൊഴിച്ച് അങ്ങനെയൊക്കെ അതിനെ പറ്റി പറയാൻ തോന്നുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്നൊക്കെ അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഒട്ടും ആശ്വാസകരമായിരുന്നില്ല കാര്യം. അതെല്ലാം കഴിഞ്ഞു. ഒരു വിഷയം നമ്മൾ പരിഹരിക്കപ്പെടും. ഇപ്പോൾ നമ്മളൊരു രോഗം വന്നാൽ
ആ രോഗം എങ്ങനെ സുഖമാകുന്നത്? അതിനേക്കാൾ വലിയ രോഗം നമുക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ആദ്യത്തെ രോഗത്തിനെ പറ്റി പറയില്ല, നമ്മൾ രണ്ടാമത് ആ വന്ന രോഗത്തിനെ പറ്റിയാണ് പറയുക. അപ്പോൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടിയുള്ള ഒരാൾ, അയാൾക്ക് പിന്നെ പ്രഷർ കൂടുമ്പോൾ പ്രഷറാണ് കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത് വല്ല പറയില്ല. അതുപോലെയാണ് ലക്ഷദ്വീപ് പ്രശ്നം വന്നു, പിന്നെ അതിന് പിന്നാലായി ഈ പ്രശ്നം അടിയിലേക്ക് പോയി. അങ്ങനെ ഓരോന്നും. ഇന്ന് ഇറങ്ങിയതായ മാധ്യമ പത്രത്തിൽ ഒരു ലേഖനം, ആ ലേഖനം സമുദായങ്ങളെ സ്കോളർഷിപ്പല്ല ജീവിക്കാനുള്ള അവകാശമാണ് മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ലേഖനം. കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അഥവാ CAA മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യോജിച്ചൊരു പോരാട്ടത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായിരിക്കുമെന്നാണ് സ്വാഭാവികമായി ധരിക്കുക. പ്രൊഫസർ വത്സൻ തമ്പു എന്ന് പറയുന്ന ഒരാളായിരിക്കും. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ പേരിൽ കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നതിന് പിന്നിൽ നാട്ടിൻ്റെ സൗഹാർദ്ദം തകർത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും സമുദായങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവുമായ ലേഖകൻ. ഇത് പത്രായൂർ കൊടുത്ത റൈറ്റപ്പാണ്. അപ്പം പത്രായൂർക്ക് ഈ ലേഖനത്തിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയതായ കുബുദ്ധി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ലേഖനം ആകെ വായിച്ച് കഴിഞ്ഞ് അവസാനം ഒരു കൺക്ലൂഷനിലെത്തുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, നമ്മളിവിടുത്തെ പിന്നെ ന്യൂനപക്ഷങ്ങളാണ്, നമുക്കെതിരെ പലതരത്തിലുള്ള ഭീഷണിയും ഇവിടുത്തെ സംഘപരിവാർ ഭാഗത്ത് നിന്നുണ്ട്. ലേഖനം മുഴുവൻ വായിക്കാൻ ഇല്ലാതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും യോജിക്കണം, നമ്മൾ സഹകരിച്ച് നിൽക്കണം, നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും കടിപിടി കൂടേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം കൺക്ലൂഡ് ചെയ്യാം. ക്രിയാത്മകമായും ധാർമ്മികമായും ചെയ്യാവുന്ന ചില നിർദ്ദേശങ്ങൾ എനിക്കുണ്ട് എന്നാണ് ഒരു സബ് ടൈറ്റിൽ. ഈ സ്കോളർഷിപ്പ് പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കാൻ ഇരു സമുദായങ്ങളും യോജിച്ച് ധാരണയുണ്ടാക്കുക. മനസ്സിലായോ? പകരം ആ തുക കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുക. എങ്ങനെയുണ്ട്? മുസ്ലിം സമുദായത്തിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ മുറവിളിയുടെയും ഫലമായി അംഗീകരിക്കപ്പെട്ടതായ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ ആ ഒന്ന് അതിൽ കൈയിട്ട് വാരുകയും മുന്നാക്ക സമുദായം വഴി കിട്ടുന്ന നേട്ടങ്ങളും മറ്റു നേട്ടങ്ങളും ഇവർക്കാണെങ്കിൽ കോശി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് വളരെ നല്ല ഒരു സൽബുദ്ധിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹം പറയേണ്ടത്, തൽക്കാലം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതായ ഈ മുസ്ലിം സ്കോളർഷിപ്പ് തുടരട്ടെ. കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അഥവാ അവശതയുണ്ടെങ്കിൽ അവർക്കും വേറെയും കൊടുക്കട്ടെ. കോശിയുടെ പ്രവർത്തനം റിപ്പോർട്ട് വേഗം സമർപ്പിക്കട്ടെ. അവരുടെ ഇവർക്ക് കൊടുക്കുന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പിനേക്കാൾ ഇരട്ടിയായാൽ പോലും മുസ്ലിങ്ങൾ അതിനെ എതിർക്കാൻ വരില്ല. മുസ്ലിങ്ങൾക്ക് അതിന് ആവശ്യമില്ല. അങ്ങനെ ഇനി അതൊന്നും പറയാതെ ചുരുങ്ങിയത് ഇപ്പോൾ അത് നേടിക്കൊണ്ടിരിക്കുന്ന 80-20 അത് തുടരട്ടെ. കാരണം കോളേജുകളിൽ ഇതിൽ സ്കോളർഷിപ്പ് കണ്ടുകൊണ്ട് പ്രവേശനം നേടി ഡൽഹിയിലും മറ്റും പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികൾ നമുക്കൊക്കെ അറിയുന്നത്. മൊത്തം മാതിരിയല്ല, മിക്ക കുട്ടികളും ഡൽഹി അല്ലെങ്കിൽ JNU അല്ലെങ്കിൽ പിന്നെ ജാമ്യ ഇവിടെയൊക്കെയാണ് പഠിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ കുട്ടികളുടെ പഠനം കിടക്കുകയാണ്. പലതരത്തിലുമുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ എല്ലാ നിലക്കും വരിഞ്ഞു മുറുക്കിയാണ് സമൂഹത്തിലെ ഓരോ വിഭാഗത്തെയും. ആ സമയത്ത് ഈ പൈസ നമ്മൾ ദുരിതാശ്വാസത്തിന് കൊടുക്കുക. എങ്ങനെയുണ്ട് നമ്മളെ പിന്നെ വത്സൻ തമ്പുവിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടാൽ ഇതിൻ്റെ ആദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നും പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന നമ്മോട് വൈരവും തീരാപ്പകയും സൂക്ഷിക്കുന്ന ശക്തികളെ സഹായിക്കാനേ അത് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിലെ പൗരന്മാരായിരിക്കാൻ പോലും അർഹരല്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഏതാനും സ്കോളർഷിപ്പുകളുടെ പേരിൽ തർക്കിക്കാനും തമ്മിലടിക്കാനുമല്ല ഈ രാജ്യത്തെ സമ്പൂർണ്ണ അവകാശങ്ങളുള്ള ജനങ്ങളായി ജീവിക്കാനുള്ള അധികാരം നിലനിർത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇത് കട്ടാൽ ഈ വരികൾ മാത്രം വായിക്കുന്ന ആൾക്ക് എന്താ തോന്നുക?
എന്നിട്ട് പരിഹാര നിർദ്ദേശം പറയുമ്പോഴേക്ക് തൽക്കാലം രണ്ടുകൂട്ടർക്കും വേണ്ട. ഒരു കൂട്ടർക്ക് 100% നിർദ്ദേശിച്ചതായ ഒരു സംഗതി അത് പിന്നീട് അതിൽ കൈയിട്ട് മാറിയപ്പോൾ 20% അവർക്ക് കൊടുക്കാമെന്ന്. പിന്നീട് അവസാനത്തെ പഞ്ചായത്ത് രണ്ടുകൂട്ടർക്കും വേണ്ട. എങ്ങനെയുണ്ട്? ഇനി ഇത് സംബന്ധമായി ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതുപോലത്തെ ഒട്ടേറെ നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാലം തൊട്ടുള്ളതായ അവഗണനകളെ സംബന്ധിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒത്തുതീർപ്പിൻ്റെ മറവിൽ നിരന്തരം ചതികൾ ഏറ്റുവാങ്ങുന്ന മുസ്ലിം സമുദായം തേജസ് ദിനപത്രത്തിൽ PC അബ്ദുള്ളന്റെ ഒരു അവലോകനം. നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയ ബാക്ക്ലോഗ് നികത്തുന്നതിൽ 2006 UDF സർക്കാർ നടപ്പാക്കിയ കൊടും ചതിയുടെ ആവർത്തനം തന്നെയാണ് പാലോളി പദ്ധതിയിലെ 80-20 ചതിക്ക് പിന്നാലെ ഇപ്പോൾ നടക്കുന്ന സമവായ അട്ടിമറി നീക്കങ്ങളും ഇതിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ വായിച്ച ലേഖനത്തിന്റെ ഉള്ളടക്കമടക്കം മുസ്ലിം ക്ഷേമ പദ്ധതികളെ നക്കിക്കൊല്ലുന്ന സമവായമല്ല, അവകാശങ്ങളാണ് നടപ്പിലാവേണ്ടതെന്ന് സമുദായം ഒറ്റക്കെട്ടായി നിവർന്നെന്ന് പറയാത്തിടത്തോളം ഭരണകൂട നീതി നിഷേധങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആണ് ശരി, വലിയ വിശദീകരണത്തിന് ഇപ്പോൾ ആവശ്യമില്ല. ഈ ചതി മനസ്സിലാക്കുന്നതിൽ, അതിൻ്റെതായ ഗൗരവത്തിൽ അത് മനസ്സിലാക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് വേണ്ടത്ര ജാഗ്രതയില്ല എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. വളരെ സൗമ്യമായി സംസാരിക്കുന്നവരാണ് ആ പാർട്ടിയുടെ മുന്നിലുള്ളത്. ഉദാഹരണമായിട്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബോ അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ സംസാരിക്കാൻ സൗമ്യമായി സംസാരിക്കും. ആ ബഷീറിനെ പോലത്തെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ വർത്താനം പറയും. കയ്യൂല, പറ്റൂല, തെരൂല എന്ന് പച്ചയായി പറയേണ്ടതായ സിരാജിൻ്റെ ബഷീറിനെ പറ്റി ഞാൻ പറയുന്നത്, PK ബഷീർ. ഇവരിങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ തിരക്കിടില്ല എന്നൊരു സമീപനം. നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സംഭവത്തിലൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ച് ചതികൾ ഏറ്റുവാങ്ങാൻ ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നിയമിക്കപ്പെട്ടത് 2000 ഫെബ്രുവരി 11 2001 നവംബർ 9 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 18,525 തസ്തികകളിൽ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് നിയമനം നടക്കേണ്ടതുണ്ടെന്ന് കണ്ടെത്തി. ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്കായിരുന്നു. മനസ്സിലാക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു UDF ഉണ്ടാവില്ല, അങ്ങനെ ഭരണകൂടം ഉണ്ടാവില്ല. എന്നിട്ട് ഇതുവരെയും 1/4 നൂറ്റാണ്ട് പിന്നിടാറായി, ഇതുവരെയും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 18,525 തസ്തികകളിൽ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് നിയമനം നടത്തേണ്ടതുണ്ട്. ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ച മുസ്ലിങ്ങൾക്ക് 7,383 തസ്തികകളുടെ കുറവ്. ലത്തീൻ കത്തോലിക്കർക്ക് 4,370, നാടാർക്ക് 2,614, ദളിത് ക്രൈസ്തവർക്ക് 2,290, ധീവരർക്ക് 1,250, മറ്റ് OBC-കൾക്ക് 460, വിശ്വകർമ്മകൾക്ക് 147. ഈഴവർക്ക് കേവലം 5. വള്ളാപ്പള്ളി നടേശൻ്റെ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത് ഇത് ചെയ്യാത്തതുകൊണ്ട് വെറും 5 തസ്തിക. മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് 7,383. ഓരോ പിന്നോക്ക വിഭാഗവും നേടിയിട്ടുള്ള തസ്തികൾ അവരുടെ സംവരണ കോട്ടയോട് താരതമ്യപ്പെടുത്തുമ്പോൾ വരുന്ന എണ്ണക്കുറവാണ് ഈ ബാക്ക്ലോഗായി കണക്കാക്കിയത്. മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഈ കനത്ത നഷ്ടം സംഭവിച്ചതെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. സംവരണ സീറ്റുകൾ നികത്താൻ യോഗ്യരായവർ അതത് ശ്രദ്ധിക്കണം. സംവരണ സീറ്റുകൾ നികത്താൻ യോഗ്യതരായവർ അതത് സംവരണ സമുദായ ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ആ ഒഴിവുകൾ ജനറൽ വിഭാഗത്തിൽ നിന്ന് നികത്തിയത് കൊണ്ട് സംഭവിച്ച നഷ്ടമാണിതെന്നാണ് പൊതുവേ ഉണ്ടായിരുന്ന ധാരണ. ഇപ്പോൾ ജനറൽ സീറ്റിലുണ്ടാവും, അതിന് കഴിവുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. നരേന്ദ്രൻ കമ്മീഷൻ കണ്ടെത്തിയ ബാക്ക്ലോഗ് നികത്താനായി സംവരണ സമുദായങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആവിഷ്കരിച്ചു. ബാക്ക്ലോഗ് നികത്തുവാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുമെന്ന ആവശ്യം ശക്തമായി.
എല്ലാ പിന്നാക്ക വിഭാഗങ്ങളെയും അണിനിരത്തിയുള്ള സമ്പന്ന സമുദായ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച മുസ്ലിം പക്ഷത്തിൽ നിന്നുള്ള പ്രധാന സംഘടനകളായിരുന്നു മുസ്ലിം ലീഗ്, മെക്ക, NDF തുടങ്ങിയ സംഘടനകൾ. 1998 മുതൽ പ്രക്ഷോഭം ആരംഭിച്ചു. 2000 NDF നടത്തിയ സംവരണ സമര ജാഥയിലൂടെ സംവരണ നഷ്ടം നികത്താൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ജനസംഖ്യാനുപാതികം, പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾ പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നു. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി NDF 2006 രണ്ടാം സംവരണ സമര ജാഥ പ്രഖ്യാപിച്ചു. സംവരണ പ്രക്ഷോഭം ശക്തമാവുമെന്ന് കണ്ടതോടെ 2006 UDF സർക്കാർ ഒത്തുതീർപ്പ് പാക്കേജുമായി രംഗത്ത് വന്നു. മുസ്ലിങ്ങളടക്കം സമരരംഗത്തുള്ള പിന്നാക്ക സമുദായങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിക്കുന്നതും സമരമൊന്നും ചെയ്യാതെ കാഴ്ചക്കാരായി നിന്ന മുന്നാക്ക സമുദായങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായിരുന്നു UDF സർക്കാരിൻ്റെ പാക്കേജ്. UDF മാത്രമല്ല, ഇപ്പോൾ പിണറായി സർക്കാരും അതുപോലെ തന്നെ ഒരു സമരവും നടത്താൻ NSSൻ്റെ സുകുമാരൻ നായർ അവിടെ നിന്ന് ഒരു കിട്ടും ഉടനെ ഞങ്ങൾക്ക് അനുവദിക്കണം എന്നൊന്ന് പറയേണ്ട താമസം 10% അവർക്ക് ലഭിച്ചു. ജനസംഖ്യയിൽ 12% ബ്രാഹ്മണ സവർണ വിഭാഗങ്ങൾക്ക് കീഴടങ്ങുന്നു നടത്തും. ഞാൻ വായിക്കുന്നില്ല മോളെ. പിന്നോക്ക സമുദായങ്ങളുടെ പ്രാതിനിധ്യക്കുറവ് നികത്താൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തയ്യാറാവാതെ ഒത്തുതീർപ്പ് ഫോർമുലയുമായി UDF സർക്കാർ KSNSSR 15A നിയമം ഭേദഗതി ചെയ്തു. സംവരണ സമുദായങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥിയെ നിയമനത്തിൽ ലഭ്യമല്ലാത്ത പക്ഷം ആ തസ്തികൾ ജനറൽ വിഭാഗത്തിൽ നിയമനം നടത്താതെ മാറ്റിവെക്കണമെന്നതായിരുന്നു UDF പാക്കേജിൻ്റെ അന്തസത്ത. സംവരണ സമുദായങ്ങളുടെ ഒഴിവ് നികത്താതെ സൂക്ഷിക്കേണ്ടതും ആ സെലക്ഷൻ വർഷത്തേക്ക് ആ സമുദായത്തിനോ ആ സമുദായങ്ങളുടെ ഗ്രൂപ്പിനോ പ്രത്യേകമായി വിജ്ഞാപനം ചെയ്യേണ്ടതും ആ സമുദായത്തിൽ നിന്നോ സമുദായ ഗ്രൂപ്പിൽ നിന്നോ മാത്രം നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതുമായിരുന്നു ഭേദഗതി. 2 പ്രാവശ്യത്തിൽ കുറയാത്ത പുനർവിജ്ഞാപനത്തിന് ശേഷവും ബന്ധപ്പെട്ട സമുദായത്തിൽ നിന്നോ സമുദായങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നോ അനുയോജ്യനായ ഉദ്യോഗാർത്ഥി ലഭ്യമല്ലാത്ത പക്ഷം ലഭ്യമായ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സെലക്ഷൻ നടത്തേണ്ടതാണ്. ഇതിൽ തന്നെ 2 തവണയിൽ കുറയാത്ത പുനർവിജ്ഞാപനം എന്ന നിബന്ധനയുടെ ഫലമായി ഉണ്ടാകുന്ന കാലവിളംബം യഥാർത്ഥത്തിൽ സംവരണ സമുദായ ഉദ്യോഗാർത്ഥികൾക്ക് പാരയാണ്. ഈ നിബന്ധനയിൽ 2 തവണയിൽ കുറയാത്ത എന്നതിന് പകരം 2 തവണയിൽ കവിയാത്തതെന്നോ 2 തവണ പുനർവിജ്ഞാപനത്തിന് ശേഷം എന്നോ ഭേദഗതി വരുത്തിയാൽ നിയമനങ്ങളിലെ കാലവിളംബവും അവസരനഷ്ടം ഒഴിവാക്കാവുന്നതാണ്. മറ്റ് പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ലഭ്യമായ പട്ടികജാതി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അവരുടെ അഭാവത്തിൽ ലഭ്യമായ പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും സെലക്ഷൻ നടത്തേണ്ടതാണ്. ബാക്ക്ലോഗ് ആവർത്തിക്കപ്പെട്ടില്ലെന്ന ഗുണപരമായ വശത്തിനപ്പുറം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഗുണത്തേക്കാളൊരു നഷ്ടമാണ് ഉണ്ടാക്കുന്നതായിരുന്നു ഈ ഭേദഗതി. പാക്കേജിന് മറവിൽ മുന്നാക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവേശനത്തെ 10% സാമ്പത്തിക സംവരണം നടപ്പിലായെന്നത് ഒത്തുതീർപ്പിന് മറവിൽ നടന്ന ഗൂഢാലോചനയാണ്. ഇങ്ങനെ നീണ്ടുപോകുന്ന സംഗതികൾ. അപ്പോൾ നമ്മൾ തുടർച്ചയായി ചതിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. അതിലിതാ ഒടുവിലായി ഇപ്പോഴത്തെ നമ്മുടെ ഈ പാലോളി സച്ചാറിൻ്റെ ഒരു ഇതായ പാലോളി കമ്മീഷൻ ഉൾപ്പെടുന്നു, ഒത്തുതീർപ്പുമായി വരുന്നു. അത് ആ ഒത്തുതീർപ്പിന് വേദിയാകുന്നത് മാധ്യമം പോലെയുള്ളതായ ഒരു പത്രത്തിലാണ് എന്നത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നു. നമ്മൾ വഴങ്ങിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ഈ സമുദായത്തിന് കരയാനല്ലാതെ എന്നാലോ ഉറക്ക കരയാൻ അതാണ്ട് കഴിയില്ല. പിന്നെ എന്താ ഈ സമുദായത്തിന് കഴിയലെന്ന് ചോദിച്ചാൽ കുഴിമന്തി തിന്നാൻ കഴിയും, വേറൊന്നും കഴിയില്ല. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കാം. Finish it. പ്രതികരണയിൽ വന്ന് നോക്കിയാൽ ഇതിനുണ്ടോ? ഇതിലേക്ക് വരുന്നിട്ട് ഊട്ടി പോയിക്കോളി.
എന്തൊന്ന് വന്നോക്കഞ്ഞ് ഇനി ഉറങ്ങാണ്ടാകും. അല്ല എന്താ ഉറങ്ങിയിട്ട് നീക്കുണ്ടാക്കുക. ഇപ്പോൾ മുജീബ് റഹ്മാൻ PKL വെൽക്കം. റഷീദ് അബ്ദുൽ സൗണ്ട് കുറവാണ്, ഇത്രയേ സൗണ്ട് ഉള്ളൂ. മുജീബ് റഹ്മാൻ വീണ്ടും ഇതിനെതിരെ ശബ്ദിച്ച ആളാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ്. വളരെ ശരിയാണ്. അത് നല്ല രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്, വസ്തുതകൾ നിരത്തിക്കൊണ്ട്. അബൂബക്കർ കാസിമി അബൂബക്കർ, സാജൻ മറുനാടൻ നിങ്ങളെ നല്ലപോലെ തേമ്പിയിട്ടുണ്ട്, നല്ലപോലെ ഒന്നും തേമ്പിയില്ല, ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അതും കൂടി കാണണം. അദ്ദേഹത്തിൻ്റെ പോയിന്റുകൾക്ക് ഞാൻ നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. 80 വയസ്സായ താങ്കൾക്ക് ഇതുവരെയുള്ള സ്വഭാവമാണ് നക്കാപിച്ച വാങ്ങി വാർത്തയുണ്ടാക്കലെന്ന്. അതൊന്നും അയാൾ പറഞ്ഞില്ല. കാശ് വാങ്ങിയതായോ എന്തെങ്കിലും സ്വീകരിച്ചതായോ തെളിയിക്കാൻ താങ്കൾ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. 80 വയസ്സായ താങ്കൾക്ക് ഇതുവരെയുള്ള സ്വഭാവമാണ് നക്കാപിച്ച വാങ്ങി വാർത്തയുണ്ടാക്കലെന്ന്. അങ്ങനെയല്ല, താങ്കൾ കേട്ടുകൊടുത്ത് തെറ്റാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി താങ്കൾ ആർക്കോ വേണ്ടി ആരോടോ അച്ചാരം വാങ്ങിയിട്ടോ മറ്റോ ആണ് ഇவ்விധം മുസ്ലിം സമുദായത്തെ മേക്കിട്ട് കയറുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ആരോടും ഒന്നും വാങ്ങിയിട്ടില്ല, വാങ്ങിയത് തെളിയിക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറച്ചിൽ ഒരു ആലങ്കാരികമായ ഉപയോഗം എന്നത് കവിഞ്ഞ് സത്യത്തിൽ താങ്കൾ കാശ് വാങ്ങി എന്ന അർത്ഥത്തിലല്ല. ഉദാഹരണമായി സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഷൂസ് നക്കുന്നു, കാല് നക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാല് നക്കുന്നതിന് അർത്ഥമല്ല, അതിന് വിധേയമാകുന്നു എന്നേ അർത്ഥമുള്ളൂ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ കാശ് വാങ്ങിയിട്ട് അയാൾ പറഞ്ഞിട്ടില്ല, എനിക്കാരും കാശ് തന്നിട്ടില്ല. ഇതിനകത്ത് ഇപ്പം എങ്ങനെ ഞാൻ ഇപ്പോൾ ഈ പരിപാടി നടത്തുന്ന കാലം വരെ കാശ് തന്നിട്ടുണ്ടോ? തന്നെ ഞാൻ വാങ്ങുമോ? ആ കാശ് പിന്നെ ചില്ലറ കൊണ്ടാണെങ്കിൽ ആ കാശ് കൊണ്ട് ഞാൻ എറിയിക്ക് തരുന്നവരെ. അതുകൊണ്ട് കാസിമി അബൂബക്കർ ദയവായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ, നിസാം പൊന്നാനി കാര്യം ഞാൻ നേരത്തെ എനിക്ക് വട്ടാണല്ലോ, പുതുതായിട്ട് ആവാനില്ലല്ലോ. വട്ടാവാത്ത ഒരാൾ മാത്രമേ നമുക്കുള്ളൂ, അത് നമ്മുടെ ഉസ്താദാണ്. അയാൾക്ക് മാത്രം, ബാക്കിയുള്ളവർക്കൊക്കെ വട്ട. അതിനെപ്പറ്റി കൂടുതൽ പറയിപ്പിക്കണ്ട. അയാളല്ലാത്തവർക്കൊക്കെ വട്ട. ഇവിടെ ഇപ്പോൾ വട്ടിന് വല്ല പ്രശ്നം വന്നോ നിസാമേ? എന്തോ ഒന്ന് ആദ്യം എഴുതി വെച്ചാൽ മതി വട്ടായോന്ന്. ഈ ഒരു വിഷയം നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് താങ്കൾക്കോ താങ്കളുടെ സംഘടനക്കോ അല്ലെങ്കിൽ താങ്കൾ പിന്നെ പൂജിക്കുന്നവർക്കോ അഹിതകരമായ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലൊക്കെ വേണമെങ്കിൽ വട്ടായോ ചൂടായോ അതായോ കുതിരട്ടത്തിന് ചാടിപ്പോകുന്നതാണോ, അല്ലാതെ ആ കുടുംബപരമായി തന്നെ അവിടെയാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ ഇവിടെ ഈ മുസ്ലിം സമുദായത്തിന് നേരിടുന്ന ഈ പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്തിനാ വട്ടായോ എന്ന് ചോദിക്കേണ്ട കാര്യം? എവിടെയാണ് ചീത്ത പറയുന്നത് പറ്റി ഒരു ധാരണയില്ല. വെറുതെ അങ്ങോട്ട് ചോദിക്കുക, എന്ന് പെയ്താലാട്ടെ വട്ടായോ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച് നടക്കുക. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യം താങ്കൾക്കൊരു ബാധകമല്ലേ? താങ്കളുടെ ബന്ധത്തിലോ കുടുംബത്തിലോ പെട്ട കുട്ടികളുണ്ടാവില്ല ഈ സ്കോളർഷിപ്പ് വാങ്ങുന്നവർ. അപ്പോൾ അത് 5 കൊല്ലത്തേക്ക് നിർത്തിവെക്കണം എന്ന് ഒരു പുരോഹിതൻ, ഒരു പാതിരി എഴുതുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കാണോ വട്ട്? ചോദ്യം ചോദിക്കുന്നത് താങ്കൾക്കാണോ വട്ട്? എന്താ അങ്ങനെ? ആർക്കാ വട്ട്? അപ്പോൾ സച്ചാർ കമ്മീഷൻ നിശ്ചയിച്ചതായ ഗവൺമെൻറ്റിനാണോ വട്ട്? അഥവാ അതിനെ തുടർന്നുകൊണ്ട് സംസ്ഥാനത്ത് പാലോളി കമ്മീഷൻ ഇതുണ്ടാക്കിയിരുന്നു, പാലോളി മമ്മൂട്ടിക്കാണോ വട്ട്? അല്ലെങ്കിൽ താങ്കളുടെ ഒരിക്കലും പ്രായം ആവാത്ത, ഒരു കാലത്തും വയസ്സാവാത്ത, മരിക്കാനോ ഒന്നും സാധ്യമില്ലാത്ത നബിയുടെ സ്ഥാനത്ത് താങ്കൾ കാണുന്നതാണ്. താങ്കളായി പെട്ടാങ്കൾ ഉറപ്പാണ്, അല്ലെങ്കിൽ ഞാൻ വിവരങ്ങൾ ചോദിക്കൂല. ഈ സമുദായത്തിന് ശാപമാണിത്. നേരെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഇമാതിരി ഓരോ സ്ഥലത്ത് കയറി വന്നിട്ട് വേണ്ടാത്ത വിളിച്ച് പറയുക എന്നത് മാത്രം ശീലിച്ചാണ്. അതിൻ്റെതായ രോഗമാണ് കാണുന്നത്. വട്ടായോ
ശരി, നീങ്ങുന്നില്ല മൊബൈൽ ഇത്. വരുന്നില്ല. മുജീബ് റഹ്മാൻ അതിനെതിരെ ശബ്ദിച്ച ആളാണ്. അബ്ദുസം പൂക്കോട്ട് സാഹിബ് കുറച്ച് കാണുക. അതാ വൈകും, നമ്മൾ നിർത്തി കാണാം. നമുക്ക് വേഗം മതിയാക്കാം. കാരണം പ്രതികരണങ്ങൾ വരാൻ ഈ വൈഫൈൻ്റെ ഇതുകൊണ്ട് എല്ലാ താമസം വരും. എന്താ ആളുകളൊക്കെ ഉണ്ട്, 14 ആളുണ്ട്. 14 ആളുടെ അതിൽ 3 പോലുള്ള പ്രതികരണം. ഇന്നലെ കണ്ടമാനുണ്ടായി ഞാണ്ട്, ഇന്ന് വരുന്നില്ല. ചിലപ്പോൾ ഈ വിഷയത്തിനോടുള്ള കുറച്ച് വിഷയം സംഭരണം എല്ലാ ആളുകൾക്കും അതില്ല ഒന്നുകൂടി പഠിക്കുക. അതൊക്കെ പോയാ ഇല്ല ഇതില്ല എന്തുണ്ടായിരുന്നു കുട്ടി വാക്കാൻ മെഷീനോടാക്കിയതാണ്. അടുത്ത് വന്ന് നോക്കണ്ട കാണാം. ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം അവതരിപ്പിക്കാൻ വിചാരിച്ച മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ പ്രതികരണങ്ങൾ വേണ്ട അളവിൽ വരാത്തത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അതായത് മദ്രസാധ്യാപകന്മാർക്ക് ശമ്പളം നൽകുന്നത് സർക്കാരല്ല, ഇവിടുത്തെ ഈ സംഘപരിവാർ ശക്തികളുടെയും ഇസ്ലാം വിരുദ്ധരുടെയും മുഖ്യമായ മറ്റൊരു അജണ്ട മദ്രസകളെ പൂട്ടിക്കുക എന്നുള്ളതാണ്. അവരെ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രചാരവേല ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിലുണ്ട്. അതായത് മുസ്ലിമായ ഒരുത്തന് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ സംവരണത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ന്യായമായത് പോയിട്ട്
ചെറിയൊരു വിഹിതമെങ്കിലും കൊടുത്താൽ അത് പർവ്വതീകരിച്ച് കാണിക്കുക, വലിയ ബഹളം വെക്കുക, മുസ്ലിം അപ്പീസ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനങ്ങ് ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കുക. ഇപ്പോൾ നമ്മളെ സംസ്ഥാന മന്ത്രിസഭയിൽ തന്നെ അത് തൊട്ട് ഇനി അതിൻ്റെ ഓരോ നിയമനങ്ങൾ വേണമെങ്കിൽ നമ്മൾ എടുത്ത് പരിശോധിക്കും. മന്ത്രിസഭയിൽ 28% ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കേണ്ടതായ മുസ്ലിം സമുദായത്തിന് ഒരു 1.5 മന്ത്രി അല്ലെങ്കിൽ 2.5 മന്ത്രിനെ കിട്ടി. 2.5 എന്ന് പറയാൻ കാരണം അഹമ്മദ് ദേവർകോവിലും ബി അബ്ദുറഹ്മാനും ആയിരിക്കും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാൻ തയ്യാറാകുക. പിന്നുള്ളതായ മുഹമ്മദ് റിയാസ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങളൊരു നിഷേധിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഒരു എന്തെങ്കിലും ചെയ്യുമ്പോൾ മോനെ മതവിശ്വാസം ചൂണ്ടുനോക്കി അതിൽ എത്ര ദാർഢ്യത ഉണ്ട്, ദൃഢത ഉണ്ട് എന്നൊന്നും പരിശോധിക്കാന്നുള്ളതുണ്ടാവില്ല. അങ്ങനെ ഓരോ രംഗത്തും ഈ പറഞ്ഞതായ അവഗണന ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മദ്രസകളെ സംബന്ധിച്ചുള്ള അസംബന്ധങ്ങൾ. മദ്രസയിലെ അധ്യാപകന്മാർക്ക് ശമ്പളം നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നല്ല എന്ന് മുഖ്യമന്ത്രി പറയേണ്ടി വന്നു. മദ്രസ അധ്യാപകർക്ക് ഖജനാവിൽ നിന്ന് ശമ്പളം നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മദ്രസ അധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളവും അലവൻസുകളും വിതരണം ചെയ്യുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ മദ്രസാധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നെന്ന് വ്യാപകമായി തെറ്റായി പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള വിശദീകരണം. PK ബഷീർ, ഷംസുദ്ദീൻ, മഹറാങ്കുയലി, KPM മജീദ് എന്നിവരുടെ നക്ഷത്രചിഹ്നം അടങ്ങിയ ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മദ്രസാധ്യാപകർക്ക് ശമ്പളം നൽകാൻ ബജറ്റിൽ നിന്ന് വലിയ വിഹിതം ചെലവിടുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം നടക്കുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി യഥാർത്ഥ വസ്തുതകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് ശ്രമിച്ചിട്ടുണ്ട്. പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെ ഫാക്ട് ചെക്ക് വിഭാഗം സമാന സ്വഭാവത്തിലെ വിഷയം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ശരിയായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒന്ന്. അതായത് ഇത്തരം ദുഷ്പ്രചരണങ്ങളിലൂടെ മദ്രസാധ്യാപകന്മാർക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിരുന്നു. ആ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സംഖ്യ അധ്യാപകന്മാരിടണം. അത്രയും സാധാരണ ക്ഷേമനിധിയുടെ വ്യവസ്ഥ അനുസരിച്ചുള്ള സർക്കാർ ഇടണം. ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ചുമട്ട് തൊഴിലാളികൾക്കും നോക്കുകൂലി തൊഴിലാളികൾക്കും വരെ ഇത്തരത്തിലുള്ളതായ പല സംവിധാനങ്ങളുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും കുറച്ച് ശമ്പളം വാങ്ങുന്ന വിഭാഗം ഇവരാണ്. അപ്പോൾ ആ പാവങ്ങൾക്ക് അവരുടെ ജോലിക്കനുസരിച്ചുള്ളതായ ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ഒരു ക്ഷേമനിധി പോലും അവർക്ക് ഏർപ്പെടുത്തുന്നതിനെ വളരെ ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് കാണുന്നത്. ശശികല ടീച്ചറെ പോലത്തെ ആൾക്കാരുടെയൊക്കെ പ്രസംഗങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പറയലിങ്ങനെ ശബരിമലയിൽ അല്ലെങ്കിൽ ഗുരുവായൂരിൽ വരുന്നതായ കിട്ടുന്ന വരുമാനം മുഴുവനും മദ്രസാധ്യാപകന്മാരെ തീറ്റിപ്പറ്റാൻ വേണ്ടി ചിലവാക്കുകയാണ്, അവർക്ക് കൊടുക്കുകയാണ്, നമ്മളെ നികുതി അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ ആക്കുകയാണ്. അതേ അവസരത്തിൽ ആ ക്ഷേത്രങ്ങൾക്കും ആ ദേവസ്വം ബോർഡുകൾക്കും അതുപോലുള്ളതിനൊക്കെ എത്ര സംഖ്യകളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ അന്തരീക്ഷം കൂടുതൽ കലുഷമാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വിചാരിച്ച വിഷയം. പക്ഷേ എന്തോ കാരണത്താൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിൽ വരുന്നത് വളരെ കുറവ്. അതുകൊണ്ട് ഞാൻ മതിയാക്കും.